നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. ദൈവം നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയും ആകുന്നു. അതിനാൽ ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ വീണാലും നാം ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞു, ഗലീലക്കടലിൻ്റെ അക്കരയ്ക്ക് പോകുക എന്ന്. അവർ യാത്ര പുറപ്പെടുമ്പോൾ തന്നെ കാറ്റ് വീശുവാൻ തുടങ്ങി. കാറ്റ് ഏറ്റവും ശക്തമായതിനാൽ ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കൊടുങ്കാറ്റിൽ ഭയപ്പെട്ട ശിഷ്യന്മാർ നിലവിളിച്ചു. എങ്കിലും ഈ സംഭവത്തിൽ കൂടി ശിഷ്യന്മാർക്കുണ്ടായ ആത്മീക അനുഗ്രഹങ്ങൾ വളരെ അധികമായിരുന്നു. നമ്മുടെ സാമർഥ്യത്തിലാണ് വിജയം നേടുന്നത് എന്ന് ചിന്തിച്ചു പോയിട്ടില്ലേ? എങ്കിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുമ്പോൾ നമ്മുടെ നിസ്സഹായ അവസ്ഥ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിപ്പാനുള്ള പ്രേരണയും നമുക്കുണ്ടായിട്ടില്ലേ? ഇസ്രായേൽ മക്കൾ അവരുടെ വായിൽ ഇറച്ചിയിരിക്കുമ്പോൾ തന്നെയാണ് ദൈവത്തിനെതിരായി പിറുപിറുത്തത്. എന്നാൽ പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അവർ വിടുതലിനായി ദൈവത്തിൽ അഭയം പ്രാപിച്ചു. നമ്മുടെ സ്വന്തം വഴികളെ തിരഞ്ഞെടുത്ത് സ്വന്തം ഹിതപ്രകാരം ജീവിപ്പാൻ ശ്രമിക്കുന്നു എന്നത് നമ്മളുടെ പാപം. എന്നാൽ ദൈവം അത് അനുവദിക്കാതെ നമ്മിൽ ചില പ്രതികൂല കാറ്റുകൾ അയക്കുന്നു. അത് പാപത്തിൽ നശിച്ചു പോകാതിരിക്കാനായി ദൈവം നമുക്കായി അയക്കുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കാറ്റുകളാണ്. പ്രതികൂല കാറ്റുകളാണ് നമ്മിൽ വിശിഷ്ട സ്വഭാവങ്ങളെ വളർത്തുന്നത്. ഒരു പൊട്ടക്കിണറും അപമാനവും കാരാഗ്രഹവാസവുമാണ് യോസഫിനെ മിസ്രൈമിലെ പ്രധാനമന്ത്രിയാകുവാൻ യോഗ്യനാക്കിയത്. യൗവനകാലത്ത് വിവിധ പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് ലോക ചരിത്രത്തിൽ പ്രസിദ്ധരായി തീർന്നിട്ടുള്ളവർ. ജോർജ് വാഷിങ്ടൺ ലഭിച്ച അഭ്യസനം അപരിഷ്കൃതമായ വനാന്തരത്തിൽ നിന്നും ആയിരുന്നു. ദൈവിക സ്വഭാവം തന്നെ മക്കളിൽ വളരണമെന്നാണ് സ്വർഗീയ പിതാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നുവീൻ. യാക്കോബ് 1:2-3 വാക്യങ്ങൾ. നമുക്കുണ്ടാകുന്ന കഷ്ടത നമ്മളുടെ ശുദ്ധീകരണത്തിനായി ദൈവം നമ്മളുടെ മേൽ അടിക്കുന്ന കാറ്റുകളാണ് എന്ന് മനസ്സിലാക്കണം. ഗലീലക്കടലിൽ ശിഷ്യന്മാർ യാത്ര ചെയ്യുമ്പോൾ അടിച്ച കൊടുങ്കാറ്റ് അവരുടെ വിശ്വാസത്തിൻ്റെ ബലഹീനതയെ വെളിവാക്കുന്നതിനുള്ളതായിരുന്നു. വിശ്വാസികളിലുള്ള സൽഗുണങ്ങൾ പ്രകാശിക്കുന്നത് പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ്. സ്വർണം ശുദ്ധി ചെയ്യുന്നതിന് മാത്രമേ അഗ്നിയുടെ ചൂട് വർദ്ധിപ്പിക്കാറുള്ളൂ. വെറും കല്ലുകളെ അഗ്നിയിൽ ഇട്ട് ഉരുക്കി ശുദ്ധി ചെയ്യേണ്ട ആവശ്യം ഇല്ലല്ലോ. പ്രതികൂല കാറ്റുകൾ നമ്മെ ജാഗ്രതയുള്ളവരാക്കി തീർക്കുന്നു. കൊടുങ്കാറ്റില്ലാതെ സമുദ്രം ശാന്തമായി കിടക്കുമ്പോൾ കപ്പിത്താൻ അത്രമാത്രം സൂക്ഷ്മത ഉണ്ടാവില്ല. എന്നാൽ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ കപ്പിത്താൻ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കപ്പൽ സൂക്ഷ്മതയോടെ ഓടിക്കുകയും ചെയ്യും. ദാവീദിൻ്റെ കഷ്ടതയുടെ കാലങ്ങളിലല്ല ദൈവത്തിന് വിരോധമായി പാപം ചെയ്തത്. സകലവിധ സുഖങ്ങളും അനുഭവിച്ച് രാജധാനിയുടെ മാളികയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാവീദ് ഭയങ്കരമായി അധപ്പതിച്ചതും പാപം ചെയ്തതും. 2 ശമൂവേൽ 11:2-4 വരെ. നോഹ ജലപ്രളയത്തിൽ നശിച്ചു പോകാതെ ദൈവഹിതത്തിന് അനുസരണമായി പെട്ടകം പണിത് രക്ഷ പ്രാപിച്ചു. എന്നാൽ ദൈവത്തിൽ നിന്ന് എല്ലാ സുരക്ഷിതത്വവും അനുഭവിച്ച് പ്രതികൂലങ്ങളൊന്നുമില്ലാതിരുന്ന സമയത്ത് വീഞ്ഞിന് അടിമയായി തീർന്ന് അവൻ പാപം ചെയ്തു. അതിനാൽ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമെങ്കിൽ പ്രതികൂല കാറ്റുകളാണ് നമ്മെ വിജയകരമായി നടത്തിയത് എന്ന് മനസ്സിലാകും. പ്രതികൂല കാറ്റുകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴാണ് നമുക്ക് നമ്മിൽ തന്നെ യാതൊരു ശക്തിയുമില്ല എന്നും
ആശ്രയിപ്പാനുള്ള ഏക അഭയസ്ഥാനം കർത്താവ് മാത്രമാണെന്നും മനസ്സിലാകുന്നത്. വേശ്യമാരോടുകൂടി കാലം കഴിക്കുമ്പോൾ മുടിയൻ പുത്രന് അവൻ്റെ ഭവനത്തെക്കുറിച്ചോ അപ്പനെക്കുറിച്ചോ യാതൊരു ചിന്തയുമില്ലായിരുന്നു. എന്നാൽ പന്നിയുടെ ആഹാരം തിന്നേണ്ടി വന്നപ്പോൾ തൻ്റെ ഭവനത്തെ ഓർത്ത്, പിതാവിനെ ഓർത്ത് മടങ്ങി വരുവാൻ അവൻ തയ്യാറായി. ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങളും അനർത്ഥങ്ങളുമാണ് പ്രാർത്ഥിക്കുവാൻ ഓർപ്പിക്കുന്നത്. ശിഷ്യന്മാർ തണ്ടുവലിച്ച് വലഞ്ഞപ്പോൾ തിരമാലകളിൽ നടന്നു വന്ന കർത്താവിനെ അവർ കണ്ടു. ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാകുന്നു എന്ന ശബ്ദം കൊടുങ്കാറ്റിൻ്റെ മച്ചിയെ അവർ കേട്ടു. ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകൾ ദൈവസാന്നിധ്യം അനുഭവമാക്കുന്നതിനും ദൈവശബ്ദം കേൾക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു. പടകിൽ ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരോടുകൂടി കർത്താവും ചേർന്നപ്പോൾ കൊടുങ്കാറ്റ് ശാന്തമായി. യേശുക്രിസ്തു പ്രവേശിച്ചിട്ടുള്ള ഒരു പടക് പോലും കൊടുങ്കാറ്റിനാൽ ആഴത്തിലേക്ക് താണുപോകുകയില്ല. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കും, എന്നാൽ തകർന്നു പോകില്ല. അഗ്നിയിൽ വീഴും, എന്നാൽ അഗ്നി ദഹിപ്പിക്കുകയില്ല. വെള്ളത്തിൽ വീഴും, എന്നാൽ വെള്ളം നമ്മെ മുക്കിക്കളയുകയില്ല. കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന കർത്താവ് കൂടെയുള്ളതിനാൽ പ്രതികൂല കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹ മുഖാന്തിരങ്ങളാണ്. കർത്താവെ, പ്രതികൂല കാറ്റുകൾ വിശ്വാസത്തിൻ്റെ പരിശോധന എന്ന് മനസ്സിലാക്കി അവയെ അനുകൂല കാറ്റുകളാക്കി മാറ്റുന്ന കർത്താവിൽ ആശ്രയിപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.